So, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് ആണ്. മക്കൾ ഓർക്കുന്നുണ്ടോ? കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് പഠിച്ചത് എങ്ങനെയാണ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സക്സസർ, പ്രീഡിസീസർ ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു നമ്പറിന്റെ സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് കംസ് നെക്സ്റ്റ്. അതല്ല അതിന്റെ സിമ്പിൾ മെത്തേഡ്. ഒരു നമ്പറിന്റെ സക്സസർ എന്ന് പറയുന്നത് വാട്ട് കംസ് നെക്സ്റ്റ്. അതായത് 5ന്റെ സക്സസർ എന്ന് പറയുന്നത് 6. 5 കഴിഞ്ഞാൽ എന്ത് നമ്പറാ വരുന്നത്? 6. ഇനി 5ന്റെ പ്രീഡിസീസർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് കംസ് ബിഫോർ ദാറ്റ് നമ്പർ. ആ നമ്പറിന് മുൻപ് എന്താണ് വരുന്നത്? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രീഡിസീസർ അല്ലേ? അപ്പോ 5ന്റെ പ്രീഡിസീസർ ഏതാണ്? 4. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചത് മറന്നുപോയതാണോ? മറന്നുപോയോ? ഓക്കെ, ഇവിടെ നമ്മളോട് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നൊക്കെ ഉള്ള സിമ്പിൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 425 or 350 which is greater? 831, 987 which is greater? 987. 134, 297 which is greater? 290. ജസ്റ്റ് നമ്മൾ നമ്മുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ അങ്ങനെയുള്ളത് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാരൊക്കെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുള്ളൂ അല്ലേ? കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡേഴ്സിനെ കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് നമ്മൾ സക്സസർ, പ്രീഡിസീസർ ഒക്കെ പറഞ്ഞത്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? 679, 701. നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് ഓഫ് നമ്പേഴ്സിന്റെ റൗണ്ട് ഓഫ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൗണ്ട് ഓഫ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? മക്കൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ ചില നമ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയില്ല ഏകദേശം എന്ന് പറയുന്ന ആ ഒരു കണക്കാണ് എന്തെന്ന് പറയുന്നത്? റൗണ്ട് ഓഫ്. എന്താണ്? റൗണ്ട് ഓഫ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സിന് ഇപ്പോ 567 രൂപയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 600 രൂപയോളം ആയി. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? 600 രൂപയായി. അല്ലാതെ നമ്മൾ കൃത്യം ഇങ്ങനെ ഓർത്തിരിക്കും എപ്പോഴും 567 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർത്തിരിക്കുവോ? ഇല്ല, അത് നമുക്ക് എപ്പോഴും നമ്മൾ മറന്നു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഏകദേശം റൗണ്ട് ഓഫ് കണക്ക് പറയും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള റൗണ്ട് ഓഫുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഞങ്ങളുടെ നോട്ട്ബുക്കിൽ ജസ്റ്റ് റൈറ്റ് ചെയ്യാം round of numbers to the nearest 10, 100 and thousands. ഇതാണ് നമ്മൾ റൗണ്ട് ഓഫിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് സപ്പോസ് നമ്മുടെ നമ്പർ 6 ആണെന്ന് വിചാരിക്കാം. 6 ആണെങ്കിൽ നമ്മൾ ഇതിനെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എത്രയെന്നായിരിക്കും പറയുന്നത്? നമ്മൾ നിയറസ്റ്റ് 10 ഡിജിറ്റിലേക്കായിരിക്കും. ഇതിപ്പോ 6 എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് അല്ലേ ഇവിടെ? അപ്പൊ നമ്മൾ അതിനെ റൗണ്ട് ചെയ്യേണ്ടത് അതിന്റെ നിയറസ്റ്റ് 10ലേക്കാണ്. അപ്പൊ നിയറസ്റ്റ് 10 ഏതാണ്? അപ്പൊ നിയറസ്റ്റ് നമ്പർ 10 ആണ്. ഇനി ഇപ്പൊ 6നെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് 10ലേക്കായിരിക്കും. ഇനി 4 ആണെന്ന് വിചാരിക്കാം. 4 ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും റൗണ്ട് ചെയ്യുന്നത്? 4നെ നമ്മൾ റൗണ്ട് ചെയ്യുന്നത് അതിന്റെ 0യിലേക്കായിരിക്കും. അതിന് കാരണം എന്താന്ന് ഇപ്പം മിസ് കാണിച്ചു തരാം. പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. മക്കൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. മിസ് ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇതിന്റെ ഈ റൗണ്ടിങ് ഓഫ് നടക്കുന്നത് എന്നുള്ളത്. In this module, you will learn to estimate numbers by rounding them off to the nearest tens, hundreds and thousands. Okay. In everyday life, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കേ, അപ്പോൾ ഇനി ഇത് ശ്രദ്ധിച്ച് കാണുക. ഇതാണ് റൗണ്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ശ്രദ്ധിച്ച് കാണുക. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാവും. you may have heard the words approximately, roughly, around being used in various situations. For example, the population of India is approximately 1 billion. The cost of a standard family car is roughly 4 lakhs. These toys will cost around 100 rupees. These words are used when estimates of quantities are stated. Let's take the example of the cost of 2 items. The first has a price tag of 96 rupees and the second of 83 rupees. Generally, when stating their prices, we may say that the first item costs around 100 rupees and the second
around 80 rupees. In the first case, since 96 is closer to 100 than to 90, we say approximately 100 and not approximately 90. In the second case, since 83 is closer to 80 than 90, we say approximately 80 and not 90. This method of approximation is known as rounding off. So here we can say that 96 is rounded off to the nearest tens, which in this case is 100, while 83 is rounded off to 80, which is the nearest tens to 83. Now we will round off 95, the numbers 91. Okay, നമ്മളിപ്പോ ആദ്യം ഡിസ്കസ് ചെയ്ത് 96 എന്ന് പറഞ്ഞൊരു നമ്പറിലായിരുന്നു അല്ലേ? അപ്പൊ ആ 96നെ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും? അതിന്റെ നിയറസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് വരുന്നതിലേക്ക് നമ്മൾ ഇപ്പൊ 86 ആയിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ നിയറസ്റ്റ് ടെൻസ് വരുന്നവരാണ് 90. ആ 90യിലേക്ക് റൗണ്ട് ചെയ്യും. ഇവിടെ ഇപ്പോ 100 ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 100ലേക്ക് റൗണ്ട് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോ 93 അല്ലെങ്കിൽ 83, 84 ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും? ടു ദ 90, അതിന്റെ നിയറസ്റ്റ് ടെൻസിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ടു ദ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും നിയറസ്റ്റ് ഏതാണോ അതിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. അപ്പോ നമ്പേഴ്സ് ഫ്രം 5, അതായത് നമ്മളുടെ ഈ ടെൻസ് എടുക്കുമ്പോൾ 90ക്കും 100നും ഇടയിലുള്ള ഈ നമ്പേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? നമുക്കറിയാം, നമ്മളൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 10 to 20 ആണെങ്കിൽ അതിന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ആ 15ന്റെ റൈറ്റ് സൈഡിലേക്ക് ഉള്ളതിനെ നമ്മൾ 20ലേക്കും റൗണ്ട് ചെയ്യും, 15ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നമ്മൾ 10ലേക്കും റൗണ്ട് ചെയ്യും. അതാണ് ഇപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞത്. നമ്മൾ റൗണ്ടിങ് ഓഫിന്റെ മെത്തേഡ്, റൗണ്ടിങ് ഓഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു ലൈൻ എടുത്താൽ അതിന്റെ സെന്റർ എടുക്കുക, ആ സെന്ററിന്റെ റൈറ്റിലേക്ക് ഉള്ളതിനെ, അതായത് ഇപ്പോ 15 ആണെങ്കിൽ 15ന്റെ റൈറ്റ് സൈഡ് വരുന്നത് 16, 17, 18, 19 വരെ, അങ്ങനെയുള്ളതിനെ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും? 100ലേക്ക് റൗണ്ട് ചെയ്യും, സോറി നെക്സ്റ്റ് 20ലേക്ക് റൗണ്ട് ചെയ്യും. തിരിച്ച് താഴേക്കാണെങ്കിലോ 15ന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 14, 13, 12, 11 വരെയുള്ളതിനെ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്യും? അതിന് മുൻപുള്ള 10ലേക്ക് റൗണ്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് ഇറ്റ് ഈസ് 15, ഇവിടെ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് 95ന്റെ കേസിലാണ്. അതായത് ആ സെന്റർ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനിയിപ്പോ കാണാൻ പോകുന്നത്. 92, 93 and 94 are closer to 90 than to 100. So we round off 91, 92, 93 and 94 as 90. The numbers 96, 97, 98 and 99 are closer to 100 than to 90. So we round off 96, 97, 98 and 99 as 100. 95 is equidistant or at the same distance from both 90 and 100. Therefore, as a common practice, 95 is rounded off as 100. While rounding off numbers to tens, we round off the numbers 1, 2, 3 and 4 to 0 as they are closer to 0, whereas numbers 6, 7, 8, 9 are nearer to 10. So we round off to 10. Number 5 is equidistant from both 0 and 10. So, it is a common practice to round it off to 10. Let us see how numbers are rounded to the nearest 100. The price of 2 balls is 125 rupees and 179 rupees respectively. Since 125 is closer to 100 compared to 200, it is rounded off to the nearest 100, that is 100, whereas 179 is closer to 200 than compared to 100. Hence, it is rounded off to the nearest hundreds, 200. While rounding off numbers to 100, 1 to 49 are closer to 0 than to 100, so are rounded off to 0. Numbers 51 to 99 are closer to 100 than to 0, so are rounded off
to 100. 50 is equidistant from both 0 and 100. Hence, it is a common practice to round it off to 100. Next, let's see an example to understand how numbers are rounded off to the nearest thousand. The number of students in a primary section of a school is 850. The secondary section of the school has 1,850 students. Here we see that 850 is closer to 1,000 compared to 0. Hence, it is rounded off to the nearest thousands, which in this case is 1,000. Similarly, 1,850 is closer to 2,000 compared to 1,000. Hence, it is rounded off to 2,000. Numbers 1 to 499 are closer to 0 compared to 1,000. So these numbers are rounded off to 0. The numbers 501 to 999 are closer to 1,000 compared to 0. So they are rounded off to 1,000. The number 500 is also rounded off to 1,000. In this module, you learned that the method of approximation of numbers is known as rounding off. While rounding off to tens, numbers 1, 2, 3 and 4 are rounded off to 0, whereas 6, 7, 8 and 9 are rounded off to 10. 5 is equidistant from both 0 and 10. So it is a common practice to round it off to 10. While rounding off to 100, numbers 1 to 49 are rounded off to 0, whereas 51 to 99 are rounded off to 100. 50 is equidistant from both 0 and 100. It is a common practice to round it off to 100. While rounding off to 1000, numbers 1 to 499 are rounded off to 0, whereas 501 to 999 are rounded off to 1000. 500 is equidistant from both 0 and 1000. It is a common practice to round it off to 1000. Okay, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് മക്കൾക്ക് മനസ്സിലായോ? റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് മനസ്സിലായോ? യെസ് ഓർ നോ? മനസ്സിലായോ? സിമ്പിൾ അല്ലേ റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഏത് ഭാഗത്താണ് മനസ്സിലാവാതിരുന്നത്? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? നമ്പറിനെ നോക്കുക. ഇപ്പൊ അത് 5 മുതൽ മുകളിലേക്കുള്ളതാണെങ്കിൽ അത് ലാസ്റ്റ് നമ്പർ 5 മുതൽ മുകളിലേക്കുള്ളതാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നമ്പറിലേക്ക് ടെൻസിലോ ഹൺഡ്രഡ്സിലേക്കോ റൗണ്ട് ചെയ്യാം. 5ന് താഴേക്കുള്ള നമ്പേഴ്സ്, അതായത് 4, 3, 2, 1 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റിൽ ഉണ്ടായിരുന്ന ടെൻസിലേക്കോ ഹൺഡ്രഡ്സിലേക്കോ ഒക്കെ റൗണ്ട് ചെയ്യണം. ഇതല്ലേ നമ്മൾ പഠിച്ചതിപ്പോ? ഓക്കെ, ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക് കൂടി പഠിക്കാനുള്ളൂ. നമ്മുടെ റോമൻ നമ്പേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റോമൻ നമ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? എന്താണ് റോമൻ നമ്പേഴ്സ്? നമുക്കറിയാം, നമ്മള് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇംഗ്ലീഷ് ലെറ്ററിൽ ഐ ഒക്കെ പോലെ എഴുതുന്ന നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റോമൻ ലെറ്റേഴ്സ് അല്ലേ? റോമൻ ലെറ്റർ 1 എങ്ങനെയാണ് എഴുതുന്നത്? 1, 2, 3, 4 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? 5, 6, 7, 8, 9, 10 അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള റോമൻ ലെറ്റേഴ്സ് അല്ലേ?
പാടില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? റോമൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ സാധാരണ 1 2 3 4 5 6 നമ്മൾ സാധാരണ നോർമൽ ഡിജിറ്റ്സിൽ എഴുതാറുണ്ട് അല്ലേ? 1 2 3 4 5 6 7 8 അങ്ങനെയുള്ള നമ്പേഴ്സ് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഹിന്ദു ഓർ അറബിക് ന്യൂമറൽസ്. എന്താണ് അതിന്റെ പേര്? ഹിന്ദു ഓർ അറബിക് ന്യൂമറൽസ്. ഹിന്ദു ഓർ ഹിന്ദു ഹൈഫൺ അറബിക് ന്യൂമറൽസ്. നമ്മൾ നോർമൽ ആയിട്ട് എഴുതുന്ന 1 2 3 4 എന്നുള്ള നമ്പേഴ്സിന്റെ പേരാണ് ഹിന്ദു ഓർ അറബിക് ന്യൂമറൽസ്. നമ്മുടെ റോമൻ ലെറ്റേഴ്സിന്റെ നമ്മളിപ്പോൾ കണ്ടു 1 2 3 4 5 6 7 8 അങ്ങനെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ റോമൻ ലെറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഡ്രോ എ ടേബിൾ ആൻഡ് റൈറ്റ് ദ റോമൻ ലെറ്റേഴ്സ് ഇൻ വൺ സൈഡ് ആൻഡ് ബിലോ ദാറ്റ് റൈറ്റ് ദ ഹിന്ദു അറബിക് ന്യൂമറൽസ്. അതായത് റോമൻ ലെറ്ററിലെ 1 എഴുതിയാൽ താഴെ നമ്മുടെ ഹിന്ദു അറബിക് ന്യൂമറൽ 1 എഴുതുക, മുകളിൽ റോമൻ ലെറ്റർ 2 എഴുതുമ്പോൾ താഴെ 2 എഴുതുക, മുകളിൽ 3 അങ്ങനെ എഴുതി എഴുതി പോണം. You have to write the Roman letters. Okay, Roman letters. ന്യൂമറൽസും 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഇനി നിങ്ങളുടെ ഈ പാഠഭാഗത്ത് വരുന്ന ഒരു കാര്യമാണ് മിസ് ഇവിടെ എഴുതുന്നത്. മക്കൾ ശ്രദ്ധിച്ചോളൂ. റോമൻ ലെറ്റർ നമ്മൾ റോമൻ ലെറ്റേഴ്സ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. റോമൻ ലെറ്റർ 1ന്റെ അർത്ഥം എന്താണ്? 1. റോമൻ ലെറ്റേഴ്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഈ പറയുന്നത്. V means 5, X means X is equal to 10 അല്ലേ? Now next one, L is equal to 50. ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. C means 100, D means 500, M means 1000. ഇതാണ് നമ്മൾ റോമൻ ലെറ്റേഴ്സിലെ മെയിൻ ആയിട്ടുള്ള സിമ്പിൾസ്. ഈ സിമ്പിൾസിനോട് ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് മറ്റ് നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പോൾ 1 5 10 50 100 500 1000 ഈ നമ്പേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? I means 1, V എന്ന് പറയുന്നത് 5, X എന്ന് പറയുന്നത് 10, L എന്ന് പറയുന്നത് 50, C means 100, D means 500, M means 1000. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ചെയ്യണം. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. റോമൻ ലെറ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 ടേബിളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. 1 മുതൽ 10 വരെ നിങ്ങൾ റോമൻ ലെറ്റേഴ്സിൽ എഴുതുക. അതിൻ്റെ തന്നെ ഹിന്ദു അറബിക് ന്യൂമറൽസ് എഴുതുക. അതിനുശേഷം ഒരു ടേബിളിൽ നമ്മളുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോമൻ ലെറ്റേഴ്സ് എഴുതുക. I, V, X, L, C, D, M അതിൻ്റെയൊക്കെ ഹിന്ദു അറബിക് ന്യൂമറൽസ് അറിയാം. അതിനുശേഷം നമുക്ക് എഴുതാൻ സിമ്പിൾ ആണ്. അതിന് എക്സാമ്പിൾ മിസ് ഇപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇഫ് സപ്പോസ് വി വാണ്ട് ടു റൈറ്റ് 4, നമുക്ക് 4 ആണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറബിക് നൊട്ടേഷൻ എഴുതുന്നത്? സോറി, നമ്മൾ റോമൻ നമ്പർ എങ്ങനെയാണ് എഴുതുന്നത്? I എഴുതും, V എഴുതും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്പർ കിട്ടുന്നതെന്നാണ് ചോദിക്കാൻ പോകുന്നത് കാണേണ്ടത്. അപ്പോൾ ഈ I കിടക്കുന്നത് നമ്മുടെ വിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കറിയാം V എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ V മൈനസ് I എന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ നമ്പർ കിട്ടുള്ളൂ. അതായത് V മൈനസ് I മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു വിയുടെ വാല്യൂ എന്താണ്? 5. 5 മൈനസ് 1 അത് ചെയ്താലല്ലേ നമുക്ക് ഇതിന്റെ ആൻസർ 4 എന്ന് കിട്ടുള്ളൂ അല്ലേ? യെസ് ഓർ നോ? 4 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നത് എപ്പോഴാണ്? 5ന്ന് 1 കുറയ്ക്കുമ്പോൾ. Isn't it? നമുക്ക് 5ന്ന് 1 കുറച്ചാൽ മാത്രമല്ലേ 4 എന്നുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ V മൈനസ് I എന്ന് പറയുമ്പോഴാണ് 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 എങ്ങനെയാണ് എഴുതേണ്ടത്? 6 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ എഴുതുന്നത് V കഴിഞ്ഞിട്ടാണ് I എഴുതുന്നത് അല്ലേ?
അപ്പോൾ ഇതിന്റെ സം എന്തായിട്ട് വരും v plus I ആണ്. v plus I that is equal to 5 plus 1 which is equal to 6 അല്ലേ? അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് 5ൽ നിന്ന് ഒന്ന് കുറച്ചാണ് എഴുതണമെങ്കിൽ നമ്മൾ അതിന്റെ സിമ്പൽ ലെഫ്റ്റ് സൈഡ് ചേർക്കും. 5നോട് ഒന്ന് കൂട്ടിയാണ് എഴുതേണ്ടതെങ്കിലോ റൈറ്റ് സൈഡിലേക്ക് ചേർക്കും അല്ലേ? ഇനിയിപ്പോ 7 ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 1 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? പ്ലസ് 1 വരും, പ്ലസ് 1 വരും. അപ്പോൾ എന്തായി? that will become നിങ്ങളോട് സ്ക്രീനിൽ എഴുതരുതെന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് എന്താ മനസ്സിലാവാത്തതിന്റെ കാരണം ഇതിന്റെ ആൻസർ 7 എന്ന് വരും. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതോടുകൂടി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്ന് പഠിച്ചത് റൗണ്ടിങ് ഓഫും ന്യൂമറൽസ് നമ്പേഴ്സ് ഒക്കെയാണ് പഠിച്ചത്. ഇത്രയും മക്കൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, വിത്ത് ദിസ് വി ഹാഡ് കംപ്ലീറ്റഡ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് പഠിക്കണം. മാത്സിന്റെ ക്ലാസ്സിൽ പ്രത്യേകം എടുത്തെടുത്ത് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്ത് കാണിച്ചു തരാനോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നോക്കാനോ ടീച്ചറിന് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം.